ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ബ്ലോഗിംഗ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. ഇന്നിപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ഇട്ട് ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഉപ്പുമാവട്ട ഉണ്ടാക്കിയത്, റവ ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അരിയൊക്കെ ഇട്ടത്. അരിയൊക്കെ ഇട്ട് പിന്നെ അത് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ താഴത്ത് ഞാൻ ഇരിക്കണതിൻ്റെ ബാക്കിൽ പൂച്ചകൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ മേത്താകണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഊറ്റുന്നത്. അങ്ങനെ പിന്നെ ചോറൊക്കെ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം പിന്നെ ഒന്ന് വാങ്ങിക്കണത് അയിലപ്പാരല്ലേ, അയിലപ്പാരയാണ് കേട്ടോ വാങ്ങിക്കണത്. അതാണ് കിട്ടിയത്. മത്തി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എപ്പോഴും മത്തി തന്നെയല്ലേ വെക്കുന്നത് പറഞ്ഞിട്ട് പിന്നെ മത്തി 1/2 കിലോ വാങ്ങിയിട്ടാ. അപ്പോൾ അത് വെച്ചിട്ടില്ല. അയിലപ്പാരയാണ് ചാറ് വെക്കണതും 2 എണ്ണം പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പുപൊടി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം പിന്നെ ഇതാ ഉലുവയും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിലേക്ക്. പിന്നെ ഇതാ കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളവും നമ്മൾ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു തക്കാളി മാത്രമേ ഇടുള്ളൂ. പിന്നെ മാങ്ങ ഇടണില്ല പറഞ്ഞാൽ പിന്നെ 2 തക്കാളിയൊക്കെ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് പുളി കൂടിയാലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരട്ടെ കേട്ടോ. തക്കാളി നല്ല തോലൊക്കെ ഒന്ന് വിട്ട് വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം പിന്നെ ഞാൻ ഇതാ ഇട്ട് കൊടുത്തത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ വേറെ ഇടുന്നു. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയൊന്നും ഇതിലിട്ട് കൊടുക്കണില്ല. അപ്പോൾ അത് ആ എണ്ണയിൽ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ചട്ടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ടാ. അല്ല ആ ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ആ ചട്ടി വെച്ചതിന് ശേഷം പിന്നെ എണ്ണ ഒഴിക്കണില്ല. എന്നിട്ട് പിന്നെ ഈ അരച്ച് വെച്ചത് ചൂടാറിയതിന് ശേഷം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പിഴിഞ്ഞ് വെച്ച പുളിയും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ജാറൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി അതിലത്തെ മസാലയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അത് ഒഴിച്ച് കൊടുത്ത് പുളിവെള്ളം പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുത്ത് പച്ചമുളകും കീറിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പിന്നെ അയിലപ്പാരല്ലേ ഒരു 4-5 എണ്ണം ഉള്ളൂ കേട്ടോ. നല്ല ഇത്തിരി വലിപ്പമുള്ള തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നടുവൊന്നും കീറിയില്ല കേട്ടോ. നടു കീറി പറഞ്ഞാൽ പിന്നെ കഷ്ണങ്ങൾ കൂടും. അങ്ങനെയൊന്നും ഇവിടെ ഓരോരുത്തരും ഓരോന്നൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി കേട്ടോ. 1/2 കിലോ തന്നെ വാങ്ങിയുള്ളൂ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ അതൊന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ മീനൊക്കെ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെന്ന് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാറ് നല്ല മണം ഉണ്ടാവും. പക്ഷെ ഞാനിത് അത്യാവശ്യത്തിന് ഓയിലാണ് ഇതൊക്കെ ഒന്ന് വതക്കി എടുത്തത് കേട്ടോ മസാലയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഓയിൽ ഒഴിക്കണില്ല, വെളിച്ചെണ്ണ ഒഴിക്കണില്ല. വെറുതെ എണ്ണ ഇട്ടിട്ട് തടി കേടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് അയിലപ്പാരേക്കൊന്ന് 2 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. തീ ഒരുപാട് കത്താൻ തുടങ്ങി. അപ്പോൾ അത് ആ ചട്ടി വേഗം ഇറക്കി വെച്ചിട്ട് ഇനി ചട്ടിയിൽ കിടന്ന് ചൂടാകും. പിന്നെ അതാ കേബേജ് പേരി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കേബേജും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ചാറ് പറ്റില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയെടുത്താണ് കേട്ടോ. പിന്നെ തേങ്ങ അല്ല, ഇതിലേക്ക് തേങ്ങ ചിരണ്ടി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇട്ടാലേ കാണാനൊരു ലുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ തേങ്ങ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കേബേജ് അങ്ങനെ വെറുതെ അങ്ങനെ ആക്കി ഉപ്പേരി പോലെ ആക്കി എടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് മുട്ട വേണം പറഞ്ഞു, കോഴിമുട്ട വേണം പറഞ്ഞു. അയിലപ്പാര വേണ്ട പറഞ്ഞിട്ട്. മത്തിയാണെങ്കിൽ നല്ല കഴിക്കും. പക്ഷേ ഇത് വേണ്ട പറഞ്ഞപ്പോൾ ശരിയുണ്ട്. നാടൻ മുട്ട ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിനെടുത്തിട്ട് ഞാൻ 2 എണ്ണത ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പുപൊടി ഇട്ടിട്ടാണ് കലക്കി വെച്ചത്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് അതും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ മുട്ട ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും മുട്ടയൊക്കെ ഒന്ന് വേകട്ടെ.
അപ്പോൾ അടിവശം ഒന്ന് വെന്തപ്പോൾ പിന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക, ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതാ കോഴിമുട്ടയൊക്കെ ആയിട്ടുണ്ട്, അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ്. താങ്ക് യു.